എഗ്ഗ് ഗ്രീൻ പീസ് മസാലയിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: 1½ സബോള ചെറുതാക്കി നുറുക്കിയത്, പിന്നെ 2 പച്ചമുളക്, ഒരു 2 ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചത്, കറിവേപ്പില, ഗ്രീൻ പീസ് വേവിച്ചത്, ഉപ്പിട്ട് വേവിച്ചത്, 3 മുട്ട, പിന്നെ ചില്ലി ഫ്ലേക്സ് കുറച്ച്, മുക്കാൽ സ്പൂൺ, പിന്നെ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇതൊക്കെയാണ് ആവശ്യമായ സാധനം. പാൻ നല്ലോണം ചൂടായതിന് ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ വീത്തി കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യമായ ചുവന്നുള്ളി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില ഇട്ട് കൊടുക്കുക. അത് മൂത്ത് കഴിയുമ്പോൾ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ടാം. എന്നിട്ട് അതിലേക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുക. ഗ്രീൻ പീസ് ചേർത്ത് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യമായ സവാള, പച്ചമുളക് എന്നിവ ചേർക്കാം. നല്ലോണം ഇളക്കി മിക്സാക്കിയതിന് ശേഷം 3 മുട്ട പൊട്ടിച്ച് അതിലേക്ക് വീത്തുക. ഈ ഗ്രീൻ പീസിൽ ഉപ്പിട്ടിട്ടുണ്ട്. മുട്ടയിലേക്കും സവാളയിലേക്കുമുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. തീ ഒന്ന് വലുതാക്കിയിട്ടുണ്ട്. വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മുട്ട വേവുന്നത് വരെ ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഓഫ് ചെയ്യാനായിട്ടും തൊട്ട് മുമ്പ് ഒരു തരി കുരുമുളക് പൊടി, ഇതിങ്ങനെ 2 വിരലുകൊണ്ട് ഒരു പിഞ്ച് പോലെ എടുത്തിട്ട് ഒരു തരി കുരുമുളക് പൊടി വിതറി കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സാക്കാം. ഇപ്പം മുട്ടയും സവാളയൊക്കെ വെന്തിട്ടുണ്ട് നല്ലോണം. ആ സമയത്ത് വേണം, അത് വേവായ സമയത്ത് വേണം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാൻ. അത് കഴിഞ്ഞ് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് ഓഫ് ചെയ്യാം നമുക്ക്. ഇപ്പോൾ ഇത് ആയിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്യാം. പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു പകുതി സബോള പച്ച അരിഞ്ഞത് വിതറി കൊടുക്കുക അതിൻ്റെ മേലെ. അതിന് ശേഷം നാരങ്ങ നീര് വീത്തി കൊടുക്കുക.
പുളി, ഒരു ചെറിയ പുളിക്ക് നാരങ്ങ നീര് വീട്ടി കൊടുത്ത് കഴിക്കാം. ഇത് കഴിക്കാൻ നേരത്തെ ചെയ്യണത് കേട്ടോ, ഈ പച്ച സബോള ഇടുന്നതും നാരങ്ങ നീര് വീട്ടണത്.